അപ്പൊ ഇന്ന് ജിവാപ്പോടിനോടുള്ളത് ആശ്രം മദർ ഹോസ്പിറ്റലിലെ സീനിയർ ഫിസിയാട്രിസ്റ്റ് ഡോക്ടർ നബഹൻ സാറാണ്. ഹായ് സർ. ഹായ് സർ, അധികം ആളുകളിലേക്ക് എത്താത്തൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് PMR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെർഷറി കെയർ എന്നാണ്. അതായത് നമുക്കറിയാം, പ്രൈമറി കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം വരാതിരിക്കാനുള്ള ചികിത്സ. അതാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ വാക്സിൻസ് ഉണ്ട്, പിന്നെ ഡയറ്റ് മോഡിഫിക്കേഷൻസ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, എക്സസൈസിന്റെ പ്രാധാന്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതാണ് പ്രൈമറി പ്രിവെൻഷൻ, അസുഖം വരാതെ ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്താണ് സെക്കൻഡറി ലെവൽ ഓഫ് കെയർ. സെക്കൻഡറി ലെവൽ ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ അസുഖത്തെ ചികിത്സിക്കണം. എന്ത് തരം അസുഖമാവും, ആ അസുഖം വന്നു, നമ്മളതിനെ ചികിത്സിച്ചു, അസുഖം മാറി. പിന്നെ ആണ് ടെർഷറി കെയർ. ടെർഷറി കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സ്ട്രോക്ക് വന്നു, അല്ലെങ്കിൽ നട്ടലിന് ക്ഷതം പറ്റി, അല്ലെങ്കിൽ തലച്ചോറിന് പരിക്ക് പറ്റി. അപ്പോൾ ഈ പരിക്കുകൾ, ഇങ്ങനത്തെ ഒരു ഡെബിലിറ്റേറ്റിംഗ് ഡിസീസസുകൾ, അങ്ങനെ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ അസുഖം മാറും, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മളതിനെ ഇമ്പയർമെന്റ്സ് എന്നാണ് വിളിക്കുക. ഇപ്പോൾ സ്ട്രോക്ക് ബാധിച്ച ആളുകളാണെങ്കിൽ, ഇപ്പോൾ വലിയ മാസീവ് സ്ട്രോക്ക് ഒക്കെ ആണെങ്കിൽ തുടക്കത്തിൽ അവർക്ക് ചിലപ്പോൾ ബോധമില്ലാത്ത അവസ്ഥയിലായിരിക്കും, കണ്ണുറക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, സംസാരിക്കാൻ പറ്റില്ല, കൈനും കാലിലും വീക്ക് ഉണ്ടാവും, മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, മോഷൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ഇനീഷ്യൽ കെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സെക്കൻഡറി കെയറോടുകൂടി പേഷ്യൻസിന് എന്ത് ചെയ്യാണ്, ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് വിടുകയാണ്. ഇവിടെയാണ് ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റോൾ വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഇമ്പയർമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യും. അപ്പോൾ അതായത് ഏത് കണ്ടീഷൻ ആയിക്കോട്ടെ, സ്ട്രോക്ക് ആയിക്കോട്ടെ, ന്യൂറോളജിക്കൽ കണ്ടീഷൻ ആയിക്കോട്ടെ, കാർഡിയോവാസ്കുലർ ആയിക്കോട്ടെ, പൾമണോളജി, അതായത് ശരീരത്തിന്റെ ഏത് ഭാഗത്തെ ബാധിച്ച ഒരു അസുഖമാണെങ്കിലും ആ അസുഖം കാരണം ആ പേഷ്യന്റിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു എന്ന് വിചാരിക്കുക. ആ ബുദ്ധിമുട്ട് മാറ്റി ആ പേഷ്യന്റിനെ തിരിച്ച് പഴയ ക്വാളിറ്റി ഓഫ് ലൈഫിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. പിന്നെ അതിന് ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാം, കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് പറയാം, ഒരു കേസ് വെച്ചിട്ട് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് എടുക്കുക, ഇപ്പോൾ സ്ട്രോക്ക് വന്നോന്ന് വിചാരിക്കാം. ഇപ്പോൾ നമുക്കറിയാം, സ്ട്രോക്ക് തലച്ചോറിൻ്റെ ഇടത് ഭാഗത്ത് വന്നാൽ ആളുകൾക്ക് എന്തായിരിക്കും, ഇനീഷ്യലി വലിയ സ്ട്രോക്ക് ആണെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല, കുറച്ച് മെമ്മറി പ്രശ്നങ്ങളുണ്ടാവും, ഭക്ഷണം ഇറക്കാൻ പറ്റില്ല, വലത്തെ കൈനും കാലിനും വീക്ക് ഉണ്ടാവും, ചില ആളുകൾക്ക് ശ്വാസം എടുക്കാൻ വരെ ബുദ്ധിമുട്ടുണ്ടാവും, അവർക്ക് ചിലപ്പോൾ കഴുത്തിൽ ട്രക്കിയോസ്റ്റമി ട്യൂബ് ഉണ്ടാവും, ഭക്ഷണം കഴിക്കാൻ മൂക്കിൽ കൂടെ റൈൽസ് ട്യൂബ് ഉണ്ടാവും, യൂറിൻ പാസ് ചെയ്യാൻ ഫോളീസ് ട്യൂബ് ഉണ്ടാവും. ഈ ഒരു കണ്ടീഷനിലൊക്കെ ആയിരിക്കും പേഷ്യൻസ് ഉണ്ടാവുക. അപ്പോൾ ഇവരെ നമ്മൾ എന്ത് ചെയ്യണം, ഇനീഷ്യലി സ്ട്രോക്കിന്റെ മാനേജ്മെന്റ് നമുക്കറിയാം, ഗോൾഡൻ പീരീഡ് അറിയാം. തുടക്കത്തിൽ ഇഞ്ചക്ഷൻ വെക്കാം, അല്ലെങ്കിൽ വിത്തിൻ 24 hours ആണെങ്കിൽ മെക്കാനിക്കൽ ക്ലോട്ടിന് അലിയിച്ച് കളയാം. അങ്ങനെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ചില ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റും, ചില ആളുകൾക്ക് ഇത് സമയത്തിന് എത്തിക്കൊള്ളാം, അല്ലെങ്കിൽ വേറെ പല മെഡിക്കൽ പ്രശ്നം കാരണം ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ബുദ്ധിമുട്ടുകളുള്ള ആളുകളെ തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിക്കുക. അതാണ് ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. അപ്പൊ സാർ, അപ്പൊ നമുക്ക് എത്ര വലിയ സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിലും ജീവിതത്തിലേക്ക് പഴയതുപോലെ തിരിച്ചു വരാൻ പറ്റുന്നാണോ സാർ പറയുന്നത്? അത് കുറേയൊക്കെ നമുക്ക് സ്ട്രോക്ക് എത്രത്തോളം വലുതാണ്, എത്രത്തോളം സിവിയർ ആണ്, ബ്രെയിനിന്റെ ഏതൊക്കെ പാർട്സിനാണ് അഫക്റ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും. പക്ഷേ നമ്മൾ അക്യൂട്ട് ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്ന് പറയും. അതായത് പേഷ്യൻറ്റിൻ്റെ ഇനീഷ്യലി കുറച്ച് മെഡിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആസ് സൂൺ ആസ് പോസിബിൾ പേഷ്യൻറ്റിൻ്റെ റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഔട്ട്കംസ് ഭയങ്കര ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ പണ്ട് ഒരു നാച്ചുറൽ റിക്കവറി പ്രോസസ്സ് ഉണ്ട് പേഷ്യൻസിന്. അത് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും. പക്ഷേ പേഷ്യൻറ്റിന് ഒരു അക്യൂട്ട് ഫേസിൽ, അതായത് തുടക്കത്തിൽ തന്നെ നമുക്ക് റീഹാബിലിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വന്ന ബുദ്ധിമുട്ടുകളെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്, ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ഇനീഷ്യൽ ഫേസിൽ പേഷ്യൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ വന്ന ബുദ്ധിമുട്ടുകൾ, ഞാൻ നേരത്തെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ, സ്ട്രോക്ക് ബാധിച്ച ആളുകളൊക്കെ, ഇതേ പ്രശ്നങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇനീഷ്യൽ ഫേസിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പം എത്രത്തോളം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം പേഷ്യൻസിന്റെ ഫങ്ഷണൽ ഔട്ട്കം നമുക്ക് ബെറ്റർ ആവും. അവർ പഴയതുപോലെ ലൈഫിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ഫുള്ള് പഴയതുപോലെ ആയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ സ്വന്തം കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ പറ്റാവുന്നൊരു കോളത്തിലേക്കെങ്കിലും നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ, നമ്മുടെ ഹോസ്പിറ്റലിലെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തലച്ചോറിന് പരിക്ക് പറ്റിയ ആളുകളാണെങ്കിലും അല്ലെങ്കിൽ സ്ട്രോക്ക് ബാധിച്ച ആൾക്കാരാണെങ്കിലും ഇനീഷ്യൽ ഫേസിൽ അവരെ നമ്മൾ മാനേജ് ചെയ്യും.
നമുക്ക് ICU ടീമുണ്ട്, ന്യൂറോളജിസ്റ്റ് ഉണ്ട്, ന്യൂറോ സർജൻസ് ഉണ്ട്, ക്രിട്ടിക്കൽ കെയർ ടീമുണ്ട്. എല്ലാവരും മാനേജ് ചെയ്യും. മാനേജ് ചെയ്ത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് എല്ലാം ഓക്കെയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇനി അപ്പം തന്നെ ആസ് സൂൺ ആസ് പോസിബിൾ പേഷ്യൻസിന് പ്രോപ്പർ ന്യൂറോ റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഔട്ട്കംസ് നല്ലതാണ്. കാരണം എത്ര ബാഡ് സ്ട്രോക്ക്, എത്ര വലിയ ഇഞ്ചറി ആയിട്ട് വരുന്ന ആളുകളാണെങ്കിൽ പോലും നമുക്ക് ഇനീഷ്യൽ ഫേസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഔട്ട്കംസും അത്രയും നല്ലതാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 70% ഓഫ് പേഷ്യൻസ്, അപ്പോൾ നമുക്കറിയാം തലച്ചോറിന് പരിക്ക് പറ്റുന്നത്, ഒരു 70% ഓഫ് പേഷ്യൻസ് ആക്ച്വലി നമ്മുടെ ഹോസ്പിറ്റലിൽ വിട്ടു പോകുമ്പോഴത്തേക്കും അവർ ആക്ച്വലി നടന്നിട്ടാണ് പോവാറ്, എത്ര വലിയ സ്ട്രോക്ക് ആണെങ്കിലും. സാർ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു റീഹാബിലിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നു. അപ്പൊ എന്താണ് ആ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഫിസീഷ്യൻ സൂപ്പർവൈസ്ഡ് റീഹാബിലിറ്റേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടീം ലീഡറായിട്ട് ഫിസിയാട്രിസ്റ്റ്, ഞങ്ങളിവിടെ 2 ഫിസിയാട്രിസ്റ്റാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പേഷ്യൻസിനെ അസസ് ചെയ്യും. എന്നിട്ട് നമ്മൾ പേഷ്യൻസിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് കണ്ടുപിടിക്കും. ഇപ്പോൾ ഇനീഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രോക്ക് ആണെങ്കിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, ആ ബുദ്ധിമുട്ടുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഒരാളല്ല ഇയാളെ ട്രീറ്റ് ചെയ്യുക. നമ്മുടെ അണ്ടറിൽ വലിയൊരു ടീമുണ്ട്. അപ്പോൾ നമ്മൾ അസസ് ചെയ്തതിന് ശേഷം ഇനീഷ്യലി കുറച്ച് മെഡിക്കൽ പ്രശ്നങ്ങളുണ്ടാവും, നമ്മളത് മാനേജ് ചെയ്യും. പിന്നെ നമ്മുടെ അണ്ടറിൽ വലിയൊരു ടീം തന്നെയുണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റ്, ഓക്യുപേഷൻ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, സ്വാലോ തെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, റീഹാബ് നഴ്സ്, ഓർത്തോട്ടിക്സ് ഉണ്ടാക്കുന്ന ആളുകൾ, അങ്ങനെ വലിയൊരു ടീമുണ്ട് ഈ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ. അപ്പോൾ നമ്മളാദ്യം പേഷ്യൻറ്റിനെ അസസ് ചെയ്തിട്ട് ഇനീഷ്യലി നമുക്ക് കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട് ആൾക്കാരുടെ അറൗസലിനെ ഹെൽപ്പ്, അതായത് കണ്ണ് തുറക്കാൻ സഹായിക്കുന്ന, കൺഫ്യൂഷൻസ് ഒഴിവാക്കുന്ന, മെമ്മറി കോഗ്നിറ്റീവ് എൻഹാൻസേഴ്സ് എന്ന് പറയും, അങ്ങനത്തെ കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട്. നമ്മളത് കൊടുക്കും. അതോടൊപ്പം തന്നെ കോംപ്രിഹെൻസീവ് ന്യൂറോ റീഹാബിൽ നമ്മൾ ഫിസിയോതെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, സ്വാലോ തെറാപ്പി, കോഗ്നിറ്റീവ് റീഹാബ്, സൈക്കോളജി സെഷൻസ് എല്ലാം ഒരേ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു പേഷ്യൻറ്റിന് തുടക്കത്തിലത്തെ സമയത്ത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അവരുടെ ഔട്ട്കംസ് വളരെയധികം കൂടും. ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, ബോധമില്ലാത്ത ആളുകൾ, കഴുത്തിൽ ട്രക്യോസിമിറ്റി ഉള്ള ആളുകൾ, മൂക്കിൽ ട്യൂബുള്ള ആളുകൾ, തീരെ റെസ്പോൺസ് തരാത്ത ആളുകൾ, ഇവർക്ക് എല്ലാവർക്കും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്, നമ്മൾ ആസ് സൂൺ ആസ് പോസിബിൾ, ആസ് ഏർലി ആസ് പോസിബിൾ ICU നിന്ന് പേഷ്യൻ്റ് സ്റ്റേബിളായി കഴിഞ്ഞ് വിത്തിൻ 2nd ഡേ 3rd ഡേ നമ്മൾ പേഷ്യൻസിനെ മൊബിലൈസ് ചെയ്ത് റീഹാബിലിറ്റേഷനെ ഹെൽപ്പ് ചെയ്യുന്ന മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്ത് അവരെ പ്രോപ്പർ റീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോൾ അവർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പേഷ്യൻ്റ് ഇപ്പോൾ സാധാരണ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ എന്തായിരിക്കും, പേഷ്യൻ്റ് ബെഡിൽ തന്നെ ആയിരിക്കും. നമ്മുടെ ഒരു PMR ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ആ പേഷ്യൻസ് ദിവസം കുറേ നേരം എന്തായിരിക്കും, ഈ റീഹാബ് സെഷൻസിലായിരിക്കും. ഇതേ ഫേസിൽ തന്നെ നമ്മൾ പേഷ്യൻസിനെ ഇരുത്തും, അവരുടെ വായിൽ കൂടെ ഇറക്കാനുള്ള ചെറിയ കാര്യങ്ങളുണ്ട്, അതെല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഇതെല്ലാം കൂടെ പേഷ്യൻസ് ഇനീഷ്യലി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പേഷ്യൻസിന്റെ ഔട്ട്കമ്മും അത്രയും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. സാർ, അപ്പൊ എത്ര കാലം ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കേസാണെങ്കിൽ, അപ്പോൾ അതായത് വലിയ സിവിയർ മാസീവ് സ്ട്രോക്ക് അല്ലെങ്കിൽ മാസീവ് ബ്രെയിൻ ഇഞ്ചറി ഒക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ കുറേ ട്യൂബ്സ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് ഏകദേശം നമ്മുടെ ഫസ്റ്റ് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ണുറക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിതൊക്കെ സ്റ്റാർട്ട് യൂഷ്വൽ കേസിലൊരു 2-3 വീക്സ് ഒക്കെ എടുക്കും പേഷ്യൻസ് ഒന്ന് കണ്ണൊക്കെ തുറന്ന് ഒന്ന് റെസ്പോണ്ടൊക്കെ ചെയ്തു വരാൻ. പിന്നെ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന കഴുത്തിലുള്ള ട്യൂബുണ്ട്, ട്രക്യോസ്റ്റമി ട്യൂബ് എന്ന് പറയും, ആ ട്യൂബ് എടുക്കുക. അതെടുത്ത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിപ്പിക്കാൻ ട്രെയിൻ ചെയ്യും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് മൂക്കിൽ റൈൽസ് ട്യൂബ് എടുക്കും. പിന്നെ പേഷ്യൻ്റ് ഒന്ന് നടന്ന് സ്വന്തമായിട്ട് വാഷ്റൂമിലൊക്കെ പോകാൻ പറ്റുന്നൊരു കോലത്തിലായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ യൂറിനിലെ ട്യൂബ് എടുക്കും. ഇത് എത്ര ടൈം എടുക്കും എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്ട്രോക്ക്, എത്ര വലിയ ഇഞ്ചറി ആണെന്നുള്ളത്. പക്ഷേ നേരത്തെ വളരെ പുവർ ജനറൽ കണ്ടീഷനിൽ വരുന്ന പേഷ്യൻറ്റിന് നമുക്ക് ഏകദേശം 3 മാസമൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ചില കേസുകൾ നമുക്ക് അത്രയും ബാഡ് അല്ലാത്തത് കിട്ടുമല്ലോ. നമുക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ മാത്രം ബുദ്ധിമുട്ടും, കയ്യിന് കാലിലും വീക്കം മാത്രമുള്ള, അങ്ങനെ വലിയ സിവിയർ അല്ലാത്ത ചെറിയ ചില ഡെഫിസിറ്റ്സ് മാത്രമുള്ള പേഷ്യൻസ് ഉണ്ട്. അവർക്കൊക്കെ യൂഷ്വലി ഒരു 6 to 8 വീക്സ് ഒക്കെയാണ് നമുക്ക് യൂഷ്വലി എടുക്കാറ്.
അപ്പോൾ പിന്നെ സ്ട്രോക്കിൽ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗോൾഡൻ പീരീഡ് എന്ന് പറയുമല്ലോ സ്ട്രോക്ക് ഇനീഷ്യൽ ഫേസിൽ. ഇപ്പോൾ വിത്തിൻ 4.5 hours നമുക്ക് ഇഞ്ചക്ഷൻ വെക്കണം, അല്ലെങ്കിൽ വിത്തിൻ 24 hours നമുക്ക് ക്ലോട്ട് എടുത്ത് മാറ്റണം, അങ്ങനെ ഒരു ടൈം ഉണ്ടല്ലോ. റീഹാബിലിറ്റേഷനിലും അങ്ങനെ തന്നെ ഒരു ഗോൾഡൻ പീരീഡ് ഉണ്ട്. അത് ഇനീഷ്യൽ 4.5 months, 4.5 to 6 months വരെ പറയാം. ഈ ടൈമിലാണ് പേഷ്യൻറ്റിന് മാക്സിമം റിക്കവറി ഉണ്ടാവുക. ഈ ടൈമിൽ പേഷ്യൻറ്റിന് മെഡിക്കൽ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പെട്ടെന്ന് സ്റ്റേബിളാക്കി പേഷ്യൻസിനെ പെട്ടെന്ന് മൊബിലൈസ് ചെയ്ത് പ്രോപ്പർ റീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോളിൽ പേഷ്യൻസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആസ് സൂൺ ആസ് പോസിബിൾ നമുക്ക് റിസൾട്ട് കിട്ടും. സർ, എന്താണ് ഈ ആസ്റ്റർ മദറിനെ വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങൾ? ആസ്റ്റർ മദറിൽ നമുക്കിവിടെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾ ഉണ്ട്. നമുക്കിവിടെ ബേസിക്കലി ഒരു ടീം വർക്കാണ്. ഒരു ഇൻഡിവിജ്വൽ മാത്രമല്ല റിസൾട്ട്സ് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് വലിയൊരു ടീം വർക്കാണ്. ടീം വർക്ക് ഓഫ് ഡോക്ടേഴ്സ്, തെറാപ്പിസ്റ്റ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും ഞാൻ കണ്ടേക്കെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയതിൽ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഇനീഷ്യൽ ഫേസിൽ തന്നെ വലിയ ബ്രെയിൻ ഇഞ്ചറി ആണെങ്കിലും സ്ട്രോക്ക് ആണെങ്കിലും നമ്മുടെ ന്യൂറോളജിസ്റ്റും ന്യൂറോ സർജനും ICU കൺസൾട്ടൻസ് എല്ലാവരും ഇനീഷ്യലി തന്നെ റീഹാബിലിറ്റേഷൻ, അവർക്ക് റീഹാബിലിറ്റേഷൻ എന്താണെന്ന് അവെയറാണ്. അവർ ഇനീഷ്യലി തന്നെ റീഹാബിലിറ്റേഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്യും. ICU തന്നെ എന്ത് ചെയ്യും, നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പുകൾ എടുത്തു തുടങ്ങും. ICU സ്റ്റേബിളായി പേഷ്യൻ്റ് റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ റീഹാബിലിറ്റേഷൻ ടീമിൻ്റെ അണ്ടറിലോട്ട് ഒരു മാറ്റും. നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇനീഷ്യലി മോശം കണ്ടീഷനായിരിക്കും പേഷ്യൻറ്റിന്. അത് നമ്മുടെ ടീമിൽ തെറാപ്പിസ്റ്റുമാരുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് ആൻഡ് സ്വാലോ തെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, ഓർത്തോട്ടിക്സ്റ്റ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. പിന്നെ ഇതോടൊപ്പം കൂടി നമുക്ക് ഇവിടെ അഡ്വാൻസ്ഡ് ലേറ്റസ്റ്റ് ടെക്നോളജിയും കൂടെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ഉള്ളത് ഇപ്പം ലോവറിലും റോബോട്ടിക് G-ഗേറ്റ് ആണ്. അതായത് കാലിന് വീക്ക്നെസ് ഉള്ള ആളുകളെ നടക്കാൻ സഹായിക്കുന്ന ഒരു റോബോട്ടിക്സ് മെഷീനാണ്. ഇപ്പോൾ റോബോട്ടിക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു സെഷൻ നമ്മളിവിടെ 45 minutes ആണ് സെഷൻ കൊടുക്കാറ് ഒരു സെഷൻ. ഇപ്പോൾ യൂഷ്വലി നമ്മൾ 4 to 6 sessions ആണ് ഒരു പേഷ്യൻറ്റിന് ഇവിടെ കൊടുക്കൽ. അപ്പോൾ നമ്മൾ 45 minutes സെഷൻ ആകുമ്പോഴത്തേക്കും അയാളൊന്ന് നടത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ നടത്തണം എന്നുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റ് മാക്സിമം ഒരു 15-20 steps ഒക്കെ ഒരു സെഷൻ എടുക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് നമുക്ക് ഈ റോബോട്ടിക്സ് മെഷീനിൻ്റെ വാല്യൂ വരുന്നത്. അതേ സാധനം പേഷ്യൻറ്റിനെ ഒരു 45 minutes സെഷനിൽ ഓൾമോസ്റ്റ് 900-1200 steps വരെ പേഷ്യൻറ്റിന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് വരുമ്പോഴത്തേക്കും അത്രയും നമ്പർ ഓഫ് സിഗ്നൽസ് പേഷ്യൻറ്റിൻ്റെ ബ്രെയിനിലോട്ട് പോവുകയാണ്, ബ്രെയിനിൽ നിന്ന് താഴത്തോട്ടും വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പേഷ്യൻറ്റിൻ്റെ റിസൾട്ട്സ് ഒന്നും കൂടെ ബെറ്ററാവും, ഫാസ്റ്റർ ഔട്ട്കംസ് കിട്ടും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ അപ്പർ ലിംബ് റോബോട്ടിക്സ് ഇല്ല, പക്ഷെ നമ്മൾ അപ്പർ ലിംബ് റോബോട്ടിക്സ് ഇപ്പോൾ ഇൻറ്റൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ അടുത്ത് തന്നെ നമ്മുടെ ടീമിലേക്ക് അത് വരും. അപ്പോൾ ഇതൊരു ടീം വർക്കാണ്. ആ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ടീമുണ്ട്, പ്രോപ്പർ ഗോൾ ഓറിയൻറ്റഡ് റീഹാബിലിറ്റേഷനാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പ്രൗഡായിട്ട് പറയാൻ സാധിക്കും, നമുക്ക് ഇവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും എല്ലാവരും നടന്നു പോകുന്നതെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ബെസ്റ്റ് പോസിബിൾ ഫങ്ഷണൽ ഔട്ട്കം കൊടുക്കാൻ ഞങ്ങളിവിടെ ഹോസ്പിറ്റലിന് സാധിച്ചിട്ടുണ്ട്. സാർ, അപ്പൊ നമ്മൾ പറഞ്ഞത് സ്ട്രോക്ക് വന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ആക്സിഡന്റ് ഒക്കെ വന്നവർക്ക് ഈ ഒരു ചികിത്സ എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും? ഞാൻ സ്ട്രോക്ക് എന്നുള്ളതൊരു ജനറലൈസ്ഡ് ടേം എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. നമുക്ക് തലച്ചോറിനെ ബാധിക്കുന്ന എന്താണെങ്കിലും, ഇപ്പം നമുക്കറിയാം ആക്സിഡന്റ് പറ്റുന്ന കുറേ ആളുകളുണ്ടാവും, തലച്ചോറിന് പരിക്ക് പറ്റുന്ന ആളുകളുണ്ടാവും, നട്ടലിന് ക്ഷതം പറ്റുന്ന ആളുകളുണ്ടാവും, പിന്നെ സ്ട്രോക്ക് ഉണ്ടാവും. സ്ട്രോക്ക് 2 തരത്തിലുണ്ട്. രക്തം കട്ട പിടിക്കുന്നതാവും, തലച്ചോറിൽ ബ്ലീഡിങ് ആയതാവാം. അല്ലെങ്കിൽ പിന്നെ വേറെ കുറേ ന്യൂറോളജിക്കൽ ഡിസീസുകളുണ്ട്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, പാർക്കിൻസോൺസും, അങ്ങനെ കുറേ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. എന്ത് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ആണെങ്കിലും നമുക്ക് പ്രോപ്പർ റീഹാബിലിറ്റേഷൻ വഴി നമുക്ക് ഫങ്ഷണൽ ഔട്ട്കംസ് ബെറ്റർ ആക്കാൻ സാധിക്കും. കുട്ടികളിലേക്ക് ഈ ചികിത്സ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? കുട്ടികളിൽ നമ്മൾ മെയിനായിട്ട് കാണുന്നത്, ഇപ്പം യൂഷ്വലി മെയിനായിട്ട് കാണുന്നത് സ്പീച്ച് ഡിലേസ് ആണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം ഫാമിലീസ് എല്ലാവരും ന്യൂക്ലിയർ ഫാമിലീസായി, കുട്ടികൾക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻസ് കുറവാണ്, സ്ക്രീൻ ടൈം നല്ലോണം കൂടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലും നമ്മൾ കാണുന്നത് സ്പീച്ച് ഡിലേ, ഓട്ടിസ്റ്റിക് ബിഹേവിയർ ഉള്ള കുട്ടികളാണ് നമ്മൾക്കിപ്പോൾ കൂടുതലും കാണാറ്. അതേപോലെ തന്നെയാണ് സെറിബ്രൽ പാൾസി, അതായത് ജനിക്കുമ്പോൾ തന്നെ തലച്ചോറിലേക്ക് ഓക്സിജൻ്റെ സപ്ലൈ കുറഞ്ഞത് മൂലം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുള്ള കുട്ടികൾ.
ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ഉള്ള കുട്ടികൾ. അപ്പം ഈ കുട്ടികളെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി നമ്മൾ ഇവരെ അസസ് ചെയ്യും. എന്തൊക്കെ ഡൊമൈൻസ് ആണ് അവരുടെ ഇൻവോൾവ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. ചില കാര്യങ്ങൾക്ക് നമുക്ക് മെഡിസിൻസ് ഉണ്ട്. ഇപ്പോൾ ടൈറ്റ്നസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മെഡിസിൻസ് ഉണ്ട്. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിൽ കുട്ടികളൊന്ന് സമാധാനിപ്പിച്ചിരുത്താൻ വേണ്ടി നമുക്ക് മെഡിസിൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പ്രോപ്പർ റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ നമ്മൾ സെറ്റ് ചെയ്യും, ഗോള് സെറ്റ് ചെയ്യും. അതായത് എന്താണ് നമുക്ക് ഈ കുട്ടീനെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റാവുന്ന സാധനം സെറ്റ് ചെയ്യും. നമ്മൾ പേരൻസിനെ വിളിച്ചിരുത്തും, പേരൻസായിട്ട് ഡിസ്കസ് ചെയ്യും എന്താണ് നമുക്കിതിൽ അച്ചീവ് ചെയ്യാൻ പറ്റാവുന്നത്. എന്നിട്ട് ഓരോരുത്തർക്കും നേരത്തെ പറഞ്ഞല്ലോ, മെയിനായിട്ട് ഇപ്പോൾ കുട്ടികളാകുമ്പോഴത്തേക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റിന് നല്ല റോളാണ്, ബിഹേവിയറൽ തെറാപ്പിസ്റ്റിന് നല്ല റോളാണ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന് നല്ല റോളുണ്ട്. പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെയാണെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിന് റോളുണ്ട്. ഈ ഒരു ടീം വർക്ക് ആയിട്ട് കുട്ടികളുടെ മേലിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്ത് പറ്റും, ഔട്ട്കംസ് നമുക്ക് ബെറ്റർ ആയി കിട്ടും. ഇവിടെയും നമ്മൾ ചെയ്യുന്നത് അതേ ഫിസിഷ്യൻ സൂപ്പർവൈസ്ഡ് റീഹാബാണ്. നല്ലോണം ഗോൾ സെറ്റ് ചെയ്യും, ഔട്ട്കംസ് അസസ് ചെയ്യും, പീരിയോഡിക്കലി കുട്ടീനെ അസസ് ചെയ്യും, ഇമ്പ്രൂവ് ആവുന്നുണ്ടോ ഇല്ലയോ നോക്കും. ഇമ്പ്രൂവ് ആവുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇമ്പ്രൂവ് ആവുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ഇമ്പ്രൂവ് ആവുന്നില്ല, അതിലെന്താണ് മാറ്റം വരുത്താനുള്ളത്, ഗോൾ അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടോ. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റിയലിസ്റ്റിക് ആയിട്ട് നമുക്കൊരിക്കലും ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ജനിച്ചപ്പോൾ തലച്ചോറിലേക്ക് ഓക്സിജന്റെ കുറവ് കാരണം വലിയ ഡെഫിസിറ്റ് ഒക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരൊരിക്കലും നമുക്ക് പഴയതുപോലെ 100% ആക്കാൻ പറ്റും എന്നുള്ള ഉറപ്പ് ഒരിക്കലും പറയാൻ കഴിയില്ല. പക്ഷേ കുട്ടീൻ്റെ ഫങ്ഷണൽ സ്റ്റാറ്റസ് വെച്ചിട്ടും ബ്രെയിനിൻ്റെ ലെവൽ വെച്ചിട്ടും എത്രത്തോളം ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്നോ അത്രയും ചെയ്യും. പിന്നെ കുട്ടികളുടെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 4 years ഭയങ്കര ന്യൂറോപ്ലാസ്റ്റിസിറ്റി, അത് ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഫേസ് ആണ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ബ്രെയിനെ നല്ലോണം പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ടൈം നല്ലോണം യൂസ് ചെയ്യും. ഏർലി ഇന്റർവെൻഷൻ എന്ന് പറയും. ആ ടൈം ഇനീഷ്യൽ ഫേസിൽ നമ്മൾ നല്ലോണം കുട്ടികളെ പഠിപ്പിക്കുമ്പോഴത്തേക്കും അവരുടെ ഔട്ട്കംസും നമുക്ക് ബെറ്റർ ആയിട്ട് കിട്ടാറുണ്ട്. PMR ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഇത്രയും നേരം ഇൻഫർമേഷൻസ് തന്നതിനും ജീവാപോഡിനോട് ഇത്രയും നേരം സമയം സ്പെൻഡ് ചെയ്തതിനും താങ്ക് യു സർ. വെൽക്കം.